ഇങ്ങനെ കയറി ഇറങ്ങി മരുമകൾ ഇങ്ങനെ ജോലി ചെയ്തോണ്ടിരിക്കുക. അപ്പോഴാ മോള് വീട്ടിൽ നിന്ന് വരുന്നത്. മോക്ക് വയ്യ, പനിയാ. 2 ദിവസം ഓളെ വീട്ടില് നോമ്പുമണി എടുത്തിട്ട് കുഴങ്ങി വന്നതാ. അമ്മായിമ്മ പറയാത്രേ, ഇപ്പോഴും ഉണ്ടോ ഈ നോമ്പുമണിയൊക്കെ? പണിയെടുത്ത് മക്കളെ ജീവൻ കളയാൻ ഓരോ ഉമ്മാരെ ഇറങ്ങി തിരിച്ചോളുന്ന്. മറ്റോളാ കോണിന്റെ മുകളിലാട്ടോ. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഓള അതിന്റെ മുകളിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. അപ്പൊ ചില അമ്മായിമാരങ്ങനെയാ, മകള് വേറെ കണ്ണിലും മരുമോളെ വേറെ കണ്ണിലും കാണും. പാടുണ്ടോ? പാടില്ല അല്ലെ? ഇരട്ടത്താപ്പാണ്, തെറ്റാണ്. മതപരമായി ചിന്തിച്ചാൽ മാത്രമല്ല, ധാർമ്മികത എന്ന് പറഞ്ഞ മാനുഷികമായ ചില പരിഗണനകളുണ്ട് പ്രിയപ്പെട്ടവരെ. മൊബൈൽ അഡിക്ഷൻ മാറ്റാൻ വേണ്ടിയിട്ടേ ഒരു കുട്ടിയെ ക്ലിനിക്കിൽ കൊണ്ടുവന്നോ. ഈ മൊബൈൽ അഡിക്ഷൻ വല്ലാത്തൊരു വിഷയമാണല്ലോ. ഇത് മാറ്റാൻ വേണ്ടി ക്ലിനിക്കിൽ കൊണ്ടുവന്ന് കഴിഞ്ഞ് കൗൺസിലിംഗ് കഴിഞ്ഞു കഴിഞ്ഞപ്പോ കുട്ടി പറയണേ, വാപ്പ മൊബൈൽ ഉപയോഗിച്ചിട്ട് എന്നെ നന്നായിട്ട് അടിക്കലുണ്ട് ഡോക്ടറെ എന്ന് പറഞ്ഞു. ഞാൻ അടിക്കോ? സാരല്ല, ഉപ്പയല്ലേ, അത് മോനങ്ങ് ക്ഷമിച്ചു കൊടുത്തേക്ക്, ഉപ്പയല്ലേ. അപ്പൊ കുട്ടി പറയാ, അതിന് ഡോക്ടറെ കൈയോണ്ട് അടിക്കണമെന്നുണ്ടെങ്കിൽ വേദന കുറച്ചേ ഉണ്ടാവുള്ളൂ, ഉപ്പ അടിക്കല് മൊബൈലോണ്ടാണ്. ഉപ്പ അടിക്കല് മൊബൈലോണ്ടാണ്. കുട്ടിയോട് മൊബൈൽ ഉപയോഗിക്കല്ലേ എന്ന് പറഞ്ഞ് ഒരു പക്ഷേ അടിക്കേണ്ട വിധത്തിൽ അവൻ ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ ആ സമയം പോലും വാപ്പാന്റെ കയ്യിൽ നിന്ന് മൊബൈൽ താഴെ വെക്കണില്ല എന്നർത്ഥം. അതുകൊണ്ട് പറഞ്ഞു കൊടുക്കുന്നതൊന്നും പ്രവർത്തിക്കുന്നത് മറ്റൊന്നും ആവാൻ പാടില്ല. മൊബൈൽ ഉപയോഗിക്കരുത്, സ്ക്രീൻ ടൈം കുറക്കണം, അത് ഷോർട്ട് ടേം മെമ്മറി ആക്കി മാറ്റും എന്ന മെഡിക്കൽ സയൻസിന്റെ പഠന റിപ്പോർട്ട് മക്കൾക്ക് പറഞ്ഞു കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഉമ്മയും വാപ്പയും ക്വാളിറ്റി ടൈമിൽ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല. ഉമ്മയും വാപ്പയും തമ്മിലുള്ള വഴക്കന്നെ എന്താ? ഫോണല്ലേ. നിങ്ങൾ ആലോചിച്ചോക്കെ, ഈ പണ്ടൊക്കെ തെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലേ, അധാർമികമായ കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണമായിരുന്നു, അല്ലെങ്കിൽ മുറിയിൽ നിന്ന് പുറത്തിറങ്ങണമായിരുന്നു. ഇപ്പൊ ഏറ്റവും കൂടുതൽ തെറ്റ് ചെയ്യാൻ പറ്റിയ അവസരം എവിടെയാ? വീട്ടില് റൂമിന്റെ ഉള്ളില് ഞാനും എന്റെ മൊബൈൽ ഫോണും ഒറ്റയ്ക്ക് അല്ലെ, ഞാനും എന്റെ മൊബൈൽ ഫോണും ഒറ്റയ്ക്കാണ് എന്നുണ്ടെങ്കിൽ ഈ ഭൂമിയിൽ അവൈലബിൾ ആയ എല്ലാ തെറ്റുകളും എല്ലാ അധാർമികതകളും അതിൻ്റെ ഉള്ളിൽ നടക്കുന്നു. അതുകൊണ്ട് എല്ലാ ദാമ്പത്യ ബന്ധങ്ങളുടെയും 90% കാരണം എന്തെന്നറിയോ? ഈ മൊബൈൽ ഫോണാ. മൊബൈലിനോടാണോ അനക്ക് ഇഷ്ടം, ഇന്നോടാണോ അനക്ക് ഇഷ്ടം എന്ന് ചോദിച്ചാൽ എന്താ നമുക്ക് പറയാൻ പറ്റുക? കൊടുവള്ളിക്കാരെ ഇന്ന് പോരെ ചെന്നിട്ട് മൂപ്പരോട് ചോദിക്ക, അല്ല കാക്ക, നിങ്ങൾക്ക് മൊബൈലിനോടാണോ സ്നേഹം, ഇന്നോടാണോ സ്നേഹം എന്ന് എന്തേ കാര്യം മൂപ്പര് പറയാ? മൊബൈലിലെ മൊബൈലിനോടാ ഇഷ്ടം. മൊബൈൽ മുറുക്കെ പിടിച്ചിട്ടായിരിക്കും പറയാ, ഇല്ലേ? നമ്മള് ശ്രദ്ധിക്കണം. മൊബൈൽ ഫോണിന് ഞാൻ കുടുംബം കലക്കാൻ വന്നതല്ല കേട്ടോ പ്രിയപ്പെട്ടവരെ, കൂട്ടി യോജിപ്പിക്കാൻ വന്നതാണ്. മൊബൈൽ എന്ന് പറഞ്ഞ സാധനത്തിന് എന്തിനാ ലോക്ക്? ഇതിനെന്തിനാ ലോക്ക് ഇടുന്നത്? ഹൈ, എന്തിനാ? കുട്ടികൾ എടുക്കാണ്ടിരിക്കാന് അല്ലേ? അപ്പൊ കുട്ടികളില് ഓളും പെടുവോ? കുട്ടികളിൽ ഓള് പെടുവോന്ന്? ഓന്റെ ഓള് കുട്ടികളിൽ പെടുവോ? അപ്പൊ ലോക്ക് ഓക്ക് അറിയണ്ടേ? അപ്പൊ ഓക്കറിയാത്ത ലോക്ക് മൂപ്പരിടുന്നത് എന്തിനാ? അല്ല, ഒരു പാലാവുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും പോണല്ലോ. ഓനറിയാത്ത ലോക്ക് ഓള് ഇടലുണ്ട്, ഇല്ലേ? ഓക്കറിയാത്ത ലോക്ക് ഓനോടും, ഓനറിയാത്ത ലോക്ക് ഓളിടും. ഇതെന്തിനുണ്ട് ആളെ? ഓള് കാണാൻ പറ്റാത്ത എന്തോ അതിൻ്റെ ഉള്ളിലുണ്ട്, അല്ലെ ഓൻ കാണാൻ പറ്റാത്ത എന്തോ അതിൻ്റെ ഉള്ളിലുണ്ട്. ആരാ പറ്റിക്കണത്? ആരാ പറ്റിക്കണത് പ്രിയപ്പെട്ടവരെ? വസ്ത്രത്തിനോട് ഉപമിക്കപ്പെട്ട 2 പേരെ, പരസ്പരം വസ്ത്രത്തിനോട് ഉപമിക്കപ്പെട്ട 2 പേരാ ഇങ്ങനെ കിടന്ന് പറ്റിക്കുന്നത്. നമ്മൾ ആലോചിക്കണം, മക്കൾക്ക് എന്ത് മാതൃക കാണിച്ചു കൊടുക്കും? അല്ലെങ്കിൽ തന്നെ കുട്ടിക്ക് കെട്ടണ്ട, അല്ലെങ്കിൽ തന്നെ ആണും കെട്ടുക, അല്ലെങ്കിൽ തന്നെ പെണ്ണും കെട്ടുക, അല്ലെങ്കിൽ തന്നെ LSD MDMA സിന്തറ്റിക് നോൺ സിന്തറ്റിക് ആയിട്ടുള്ള ഡ്രഗ്സ് ഉപയോഗിച്ച് നടക്കുക. നമ്മൾ കുട്ടിന്റെ കണ്ണ് ചോപ്പുണ്ടോ, കുട്ടി കറങ്ങി നടക്കുന്നുണ്ടോ, കുട്ടിക്ക് ഉറക്കം കൂടുതലുണ്ടോ എന്ന് നോക്കി നടക്കും. പ്രിയപ്പെട്ടവരെ, അതൊക്കെ പണ്ടായിരുന്നു. അതൊക്കെ പണ്ടത്തെ നോൺ സിന്തറ്റിക് ഡ്രഗ്സിൽ ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ മാത്രം. ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള സിന്തറ്റിക് ഡ്രഗ്സ് ഇല്ലേ, കെമിക്കലി ഉണ്ടാക്കിയെടുക്കുന്ന പ്രിപ്പയർ ചെയ്തെടുക്കുന്ന ഹൈ ടോക്സിസിറ്റി, ഹൈലി ന്യൂറോ ടോക്സിസിറ്റി ഉണ്ടാക്കുന്ന ലഹരികള്, ഇതിന് കണ്ണൊന്നും ചോക്കൂല്ലാന്ന്. ഇനി കുട്ടിന്റെ വായ മണക്കുമെന്ന് നോക്കി നടക്കണ്ട. ചില ഉമ്മാര് പറയും, ഞാൻ എൻ്റെ കുട്ടീനെ കെട്ടിപ്പിടിച്ച് ഉമ്മ എടുക്കും ഡോക്ടറെ, ഓന്റെ വായ മണക്കാനെന്ന്.
ഓൻ്റെ വായ എന്തെങ്കിലും മണക്കുന്നുണ്ടോന്ന് അറിയാന്. ചില ഉമ്മമാർ പറയും ഓൻ്റെ വായ ചോക്ലേറ്റ് മാത്രമേ മണക്കലുള്ളൂ എന്ന്, ഓൻ്റെ വായ അല്ലെങ്കിൽ പൈനാപ്പിൾ മാത്രമേ മണക്കലുള്ളൂ എന്ന്. സീസണൽ ഫ്രൂട്ട്സിന്റെ ഫ്ലേവറിലും ഫ്രാഗ്രൻസിലും ഉള്ള ഡ്രഗ്സ് അവൈലബിൾ ആ പ്രിയപ്പെട്ടവരെ. നമ്മളെ കുട്ടികൾ പെട്ടു പോവല്ലേ ഇതിലൊക്കെ. ഇതൊക്കെയാണ് പുറത്ത് അവരെ മാടി വിളിക്കണത്. ഇങ്ങോട്ട് വാ, ഇവിടെ രസമുണ്ട്, ഇവിടെ സുഖമുണ്ട്, ഡോക്ടറെ ഇത് ചുണ്ടിന്റെ താഴെ വെച്ച് അങ്ങക്ക് സ്വർഗം കാണാൻ പറ്റുന്ന 6ാം ക്ലാസ് പഠിക്കുന്ന മോൻ എന്നോട് പറഞ്ഞത്. 6ാം ക്ലാസ്സേ, മോന്റെ പ്രായം ആലോചിച്ചോക്കെ നിങ്ങള്. 4ാം ക്ലാസ് തുടങ്ങിയത്രേ. ഹാൻഡ്സ് അല്ല കേട്ടോ, അതിന്റെ അഡ്വാൻസ്ഡ് വേർഷനായ കൂള് ഉപയോഗിക്കാൻ തുടങ്ങിയത് 4ാം ക്ലാസ്സിൽ നിന്നാണ്. 2 വർഷമായിട്ടോ സ്വർഗത്തിലാ. ഏത് സ്വർഗത്തില്? നൈമിഷികമായ സ്വർഗം. നേരത്തെ പറഞ്ഞതുപോലെ മാഷ്മല്ലോ ഉടനെ കഴിച്ചാൽ കിട്ടിയത് നൈമിഷികമായ സുഖ. കുറച്ചു നേരം കാത്തിരിക്കുമ്പോ കിട്ടുന്നത് എന്താണെന്നറിയോ? ജീവിതകാലം മുഴുവൻ ആസ്വദിക്കാനുള്ള സുഖ. ഈ സുഖം, ഈ സ്വർഗം ആസ്വദിക്കാൻ മക്കളെ പുറത്തുനിന്ന് മാടി വിളിക്കുകയാണ്. അപ്പോഴാണ് വീട്ടില് അമ്മയും അച്ഛനും ഉമ്മയും ഉപ്പയും തമ്മിൽ കീരിയും പാമ്പും കണ്ട പോലെയാ. ഹൈ, കീരിയും പാമ്പുപോയി. നിലമ്പൂരുള്ള കീരിയും പാമ്പും എന്നല്ല കൊടുവള്ളിയിലുള്ളത് അല്ലേ? ഒരു തല്ലന്നെയല്ലേ കൂടുക. കീരിയും പാമ്പും പരസ്പരം കാണുമ്പോ അല്ലേ കടിച്ചു കീറാനുള്ള ദേഷ്യ അല്ലെ? ഇങ്ങനെയുള്ള ഉമ്മയും ഉപ്പയുള്ള വീട്ടിൽ നിന്ന് എങ്ങനെയാ മക്കള് വഴിപിഴച്ച് പോകാണ്ടിരിക്കുക? കാരണം എന്താണെന്നറിയോ? സ്വസ്ഥതയില്ല, സമാധാനം ഇല്ല, സന്തോഷമില്ല, സ്വർഗമില്ല. അപ്പൊ പുറത്തുള്ള സ്വർഗത്തിലേക്ക് പോയേക്കാം. അതുകൊണ്ട് ഉപദേശിക്കുന്നതിന്റെ മുമ്പേ, ഗുണദോഷിക്കുന്നതിന്റെ മുമ്പേ, മക്കളെ നേർവഴി കാണിച്ചു കൊടുക്കുന്നതിന്റെ മുമ്പേ ഉത്തമ മാതൃക കൂടി കാണിക്കാൻ ശ്രമിക്കുക. ഉത്തമ മാതൃക കാണിക്കുന്ന മാതാപിതാക്കളാവണം. നിങ്ങൾക്ക് എന്ത് അവകാശം ഇത് പറയാനുള്ളതെന്ന് ചോദിക്കുന്ന അമ്മയും അച്ഛനുമായി തീരാൻ പാടില്ലേ നമ്മള്? മക്കള് പറയണം, എന്താ കല്യാണം കഴിച്ച പ്രശ്നം? എന്റെ ഉമ്മയും വാപ്പയും കണ്ടില്ലേ എന്തൊരു സ്നേഹ അല്ലേ? എന്റെ അമ്മയും അച്ഛനും കണ്ടില്ലേ എന്തോരം സ്നേഹം അവര് തമ്മില്. അമ്മയ്ക്ക് എന്തെങ്കിലും വരുമ്പോഴത്തേന് അച്ഛനുണ്ടാവും കൂടെ, അച്ഛൻ എന്തെങ്കിലും വരുമ്പോഴത്തേന് അമ്മയുണ്ടാവും കൂടെ. അവര് പരസ്പരം താങ്ങും തണലും കൂടും കൂട്ടുമായി ജീവിക്കുന്ന കണ്ടില്ലേ? അതുകൊണ്ട് എനിക്കും കല്യാണം കഴിക്കണം, എനിക്കും ധാർമ്മികമായ ഒരു ജീവിതം നയിക്കേണ്ടതുണ്ട്. അധാർമികതയിലേക്ക് പോവണ്ട, തെറ്റിലേക്ക് പോവണ്ട. മനസ്സിനും ശരീരത്തിനും ചിന്തകൾക്കും എല്ലാം ഹാനികരമായ ഒരു ഇസങ്ങളിലേക്കും എനിക്ക് പോവണ്ട എന്ന് മക്കള് പറയണമെങ്കിലേ പൊരേല് കാണിച്ചു കൊടുക്കണം. അതിന് നേരത്തെ പറഞ്ഞതുപോലെ ഓനും ഓളും നന്നാവണം. എങ്ങനെയാ ഓള് നന്നാവുക? എങ്ങനെയാ ഓന് നന്നാവുക? എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ നന്നാക്കുക. പടച്ചോൻ എനിക്ക് ജന്മം നൽകി, എൻ്റെ ഈശ്വരനാണ് എന്നെ ഈ ഭൂമിയിൽ ജനിപ്പിച്ചത്, അല്ലെങ്കിൽ ആ ശക്തിയാണ് അല്ലെങ്കിൽ പ്രകൃതിയാണ് എന്നെ ഭൂമിയിൽ എന്നെ ജനിപ്പിച്ചത് എങ്കിൽ ആ ജന്മം തന്നെയാണ് എൻ്റെ ആദ്യത്തെ ബാധ്യത. ഞാൻ എൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും ഉമ്മാന്റെയും വാപ്പാന്റെയും മകളായി ജനിച്ചവളാ, മകനായി ജനിച്ചവളാ. എൻ്റെ ആദ്യത്തെ ബാധ്യതയാണ് എൻ്റെ മാതാപിതാക്കളുടെ ഏറ്റവും നല്ല മകനാവുക, ഏറ്റവും നല്ല മകളായി തീരുക. കഴിഞ്ഞ ദിവസം ഒരാളുടെ അനുഭവം കേട്ടതാണ്. അമ്മേനെ ചികിത്സിക്കാൻ കൊണ്ടുപോയി ഹോസ്പിറ്റലിലേക്ക്. ചികിത്സയൊക്കെ കഴിഞ്ഞ് ഡിസ്ചാർജിന്റെ സമയമായപ്പോ ഉമ്മാനെ കൊണ്ടുപോകാൻ ആരുമില്ല. ഡിസ്ചാർജായി പോണല്ലോ, ഡിസ്ചാർജ് ആക്കാനും പൈസ അടക്കാനും കൊണ്ടുപോകാനും ആരുമില്ല. അവസാനം ഹോസ്പിറ്റൽ അധികൃതർ എന്ത് ചെയ്തു? അമ്മേനെ കൊണ്ടുപോയി ഒരു തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കാം. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഈ അമ്മയോട് വിവരങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് മക്കളെയൊക്കെ വിളിച്ചു വരുത്തിയപ്പോ 4 കുട്ടികളുണ്ട്. 4 മക്കൾ, അച്ഛനില്ല. ഈ 4 മക്കളെ അമ്മയാ വളർത്തി വലുതാക്കിയത്. മൂത്ത മോൻ പറഞ്ഞു, ഉമ്മാൻ എനിക്ക് കൊണ്ടുപോകാൻ പറ്റൂല കേട്ടോ, കാരണം മോൻ SSLCക്ക് പഠിക്കുകയാണ് എന്ന്. മൂത്തോനെ 10ാം ക്ലാസ് പഠിക്കാം. 10ാം ക്ലാസ് പഠിക്കണ മോനുള്ളോണ്ട് ഈ ഉമ്മാനെ ഒരേ കൊണ്ടുപോകാൻ പറ്റൂല, ഓന്റെ പഠിത്തം കൊള്ളാവൂന്ന്. ആലോചിച്ചോക്കി, മോന് പഠിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക അല്ലേ? കുട്ടിക്ക് അക്ഷരാഭ്യാസം ലഭിക്കാനുള്ള, പഠിച്ച് നല്ല മാർക്കൊക്കെ വാങ്ങി ഉന്നത നിലയിൽ എത്താനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക. ഓന്റെ വല്യമ്മാനെ, പ്രായമായ ഉമ്മാനെ ഒരാളുടെ സഹായമില്ലാതെ, പരസഹായമില്ലാതെ ആ ബെഡിൽ നിന്ന് എഴുന്നേൽക്കാൻ പോലും പറ്റാത്ത ആ പാവം പിടിച്ച ആ പെണ്ണില്ലേ, അതിനെ വീട്ടിൽ കയറ്റാൻ പറ്റാതെ, അതിനെ വീട്ടിൽ കയറ്റാതെ മകന് 10ാം ക്ലാസ്സിലെ പരീക്ഷ എഴുതാനുള്ള അവസരം ഒരുക്കി കൊടുക്കണം ഉമ്മയും വാപ്പയും. കുട്ടി കാണുന്നത് എന്താ പ്രിയപ്പെട്ടവരെ? ഓൻ പഠിക്കും, 10ാം ക്ലാസ് ഫുൾ A+ ഒക്കെ വാങ്ങും, +1 +2 ഫുൾ A+ വാങ്ങും, എൻട്രൻസ് എഴുതി ഡോക്ടറും ആകും. നാളെ ഈ വാപ്പയും ഉമ്മയും വയ്യാതെ കിടക്കുമ്പോ അവന്റെ ഹോസ്പിറ്റലിൽ നിന്നേ ഓൻ മണി ഓർഡർ അയച്ചു കൊടുക്കും, അല്ലെങ്കിൽ ഗൂഗിൾ പേ ചെയ്തു കൊടുക്കും.
എന്ത്? ഉമ്മാനെ നോക്കാനുള്ള ഹോം നേഴ്സിന്, അല്ലെങ്കിൽ വാപ്പാനെ നോക്കാനുള്ള ഹോം നേഴ്സിന്. പഴുത്തില ചാടുന്നത് കണ്ട് പച്ചില സന്തോഷിക്കേണ്ട പ്രിയപ്പെട്ടവരെ. പഴുത്തില നെട്ടറ്റ് വീഴുന്നത് കണ്ട് പച്ചില സന്തോഷിക്കേണ്ടതില്ല. ഒരിക്കൽ ഈ പഴുത്തിലയും പച്ചിലയായിരുന്നു. ഞാനും ഒരിക്കൽ പഴുക്കുക തന്നെ ചെയ്യും. കാലം തന്നെയാണ് സത്യം. ഞാൻ എന്താണോ ചെയ്യുന്നത് അതേ എനിക്ക് തിരിച്ചു തരികയുള്ളൂ. രണ്ടാമത്തെ മോൻ പറഞ്ഞത് എന്താണെന്നറിയോ? ഞാനും എൻ്റെ ഭാര്യയും ജോലിക്കാരാ, ഞങ്ങൾക്ക് ജോലി ഉണ്ടേ, ജീവിക്കണമെങ്കിൽ രണ്ടാളും ജോലി ചെയ്തേ പറ്റൂ, അതുകൊണ്ട് ഉമ്മാനെ കൊണ്ടുപോയാ ശരിയാവില്ല എന്ന്. കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കിയ, ഗവൺമെന്റ് ജോലി ലഭിക്കുന്ന തരത്തിൽ ആ കുഞ്ഞിനെ പ്രാപ്തനാക്കിയ, ഒടുവിൽ ഒരു ജോലിക്കാരിയെ കൊണ്ട് തന്നെ എൻ്റെ മകൻ കല്യാണം കഴിക്കണം, അവൻ്റെ ജീവിതം എന്തുകൊണ്ടും ഏതുകൊണ്ടും അവന് എല്ലാ തരത്തിലും സംതൃപ്തനാവണമെന്ന് ആഗ്രഹിച്ച് നിർബന്ധം പിടിച്ച് അവൻ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്ത ആ ഉമ്മാനെ ഒരിക്കലും വേണ്ടാന്ന്. ഞങ്ങൾ രണ്ടുപേരും ജോലിക്കാരാ, ഉമ്മാനെ വേണ്ടാന്ന്. പ്രിയപ്പെട്ടവരെ, ബാക്കി വരുന്ന 2 കുഞ്ഞുങ്ങളും ഇതുപോലെയുള്ള കാരണങ്ങൾ പറഞ്ഞ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആ ഉമ്മാനെ കൊണ്ടുപോകാൻ തയ്യാറായില്ല. അവസാനം എന്താ സംഭവിച്ചെന്നറിയോ? ഉമ്മന്റെ അടുത്ത് കുറച്ച് സ്വത്തുണ്ട്, കുറച്ച് സമ്പത്തുണ്ട്, ഇത് 4 ആൾക്കും അങ്ങോട്ട് വീതിച്ച് തരാന്ന് പറഞ്ഞു. 4 പേർക്കും വിഹിതം വെച്ച് തരാം, ഓഹരി വെച്ച് തരാന്ന് ഉമ്മ പറഞ്ഞപ്പോഴും എന്നാ പിന്നെ നോക്കാം, 10ാം ക്ലാസ് അല്ലേ, ഓൻ ആ റൂമിൽ കുറ്റിട്ടിരുന്നോളൂന്ന്. നേരത്തെ കുറ്റില്ലേ ഇനി ആ ഡോറിന്? ഇല്ലേനയാളെ ആരോടാ ചോദിക്കേണ്ടതെന്നറിയോ? എൻ്റെ മനസാക്ഷിനോടാ ഞാൻ ചോദിക്കണ്ടേ. നേരത്തെ ഇല്ലേനോ ആ ഡോറിന് കുറ്റീന്ന്. അപ്പൊ ഓള് പറയാ, ഇടക്ക് എന്ത് ചെയ്യാ, ഒരു ദിവസം ഞാൻ ലീവ് എടുക്കുമ്പോ അടുത്ത ദിവസം മൂപ്പര് ലീവ് എടുത്തോളൂന്ന്. എന്തേ? നേരത്തെ ഗവൺമെന്റ് ലീവ് കൊടുത്തിട്ടില്ലായിരുന്നാ? നേരത്തെ ഇല്ലായിരുന്നാ കാഷ്വൽ ലീവ്? പ്രിയപ്പെട്ടവരെ, നമ്മളെ മനസാക്ഷിനോടാ ചോദിക്കേണ്ടത്. എത്ര വലിയ ഡോക്ടറായിട്ടും കാര്യമില്ല കേട്ടോ, എത്ര വലിയ എഞ്ചിനീയർ ആയിട്ടും കാര്യമില്ല, എത്ര വലിയ സോഷ്യൽ വർക്കർ ആയിട്ടും കാര്യമില്ല, എത്ര വലിയ രാഷ്ട്രീയ പ്രവർത്തകനായിട്ടും കാര്യമില്ല, ഇനി കലക്ടറോ മന്ത്രിയോ ആയിട്ടും കാര്യമില്ല. പ്രിയപ്പെട്ടവരെ, പ്രായമായ ഉമ്മയും വാപ്പയും വീട്ടിലുണ്ടെങ്കിൽ ഒന്നും വേണ്ട, പ്രായമായ ഒരു മനുഷ്യനാണ് എങ്കിൽ, പ്രവാചകൻ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ചരിത്രം പറയുന്നുണ്ട്. ഒരിക്കൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വാപ്പ പ്രവാചകരുടെ അരികിലേക്ക് വരിക. എന്തോ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് പ്രായമായ വാപ്പയാണ് അരികിലേക്ക് വന്നു കഴിഞ്ഞപ്പോ പ്രവാചകർ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, ഇത്ര പ്രായമായ മനുഷ്യൻ എന്തിനാ എൻ്റെ അരികിലേക്ക് വന്നത്? എന്തിനാണ് ഈ ഉപ്പ എൻ്റെ അരികിലേക്ക് വന്നത്? ഞാൻ അവിടെ ചെന്ന് കാണുമായിരുന്നല്ലോ എന്ന്. ഇതാണ് പ്രിയപ്പെട്ടവരെ നമുക്കുള്ള മാതൃക. പ്രായമായ മനുഷ്യരാണോ, ഉമ്മയും ഉപ്പയുമാണോ, നമ്മുടെ ബാധ്യതയാണ്. നിങ്ങൾ ആലോചിച്ചോക്ക്, തീരുവോ ആ ബാധ്യത? എത്ര പ്രായമായി കഴിഞ്ഞാൽ ഉമ്മയും വാപ്പയും വീട്ടിലുണ്ടോ? ഉപദേശങ്ങളുടെ ഗുണദോഷങ്ങളുടെ ഭാണ്ഡക്കെട്ട് നമുക്ക് മുമ്പിൽ ഇറക്കി വെക്കും. കൗമാരപ്രായത്തിലുള്ള കുട്ടികൾക്ക് അത് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുക. നേരത്തെ കിടന്നുറങ്ങിയിട്ടില്ലെങ്കിൽ, നേരത്തെ എഴുന്നേറ്റിട്ടില്ലെങ്കിൽ, എന്നും കുളിച്ചിട്ടില്ലെങ്കിൽ, നഖം മുറിച്ചിട്ടില്ലെങ്കിൽ, പഠിച്ചിട്ടില്ലെങ്കിൽ, സ്ക്രീൻ ടൈം കൂടിയാല്, മൊബൈലിൽ ഗെയിം കളിച്ചാല്, എല്ലാത്തിനും പരാതിയും പരിഭവവും പറയണ ഒരേ ഒരു വിഭാഗം ആരാ മക്കളെ? ചങ്കോ? ചങ്കൊന്നും ഈ വിഷയത്തിൽ ഇടപെടണ്ടല്ല. ചങ്കിന്റെ പണി എന്താ? എടി ഞാൻ സെറ്റായി, അന്നെ സെറ്റാക്കി തരാന്ന് പറയും. എടി ഞാൻ ഇന്നലെ ഡേറ്റ് ചെയ്തു, അനക്ക് ഡേറ്റിംഗ് ഒന്നും വേണ്ടേ? ഡേറ്റ് ചെയ്യാൻ പോവാ, കോഴിക്കോട് ഇന്ന ഹോട്ടൽ റൂം ഉണ്ട്, അങ്ങോട്ട് പോയാ മതി. ഇതല്ലേ ചങ്കിന്റെ പണി? ഇല്ലേ? ഒരു കുട്ടി വന്ന് പറഞ്ഞതാ, ക്ലാസ്സിൽ 28 കുട്ടികളും സെറ്റായി ഡോക്ടറെ, ഞാൻ മാത്രം സെറ്റായി, ഡിപ്രഷൻ ആണ് എന്ന്. സെറ്റാവാത്തതിന്റെ പേരിലേ ഓൾ അറിയുന്നുണ്ടോ സെറ്റ് ആവുക എന്ന് പറഞ്ഞാൽ ഒരു ട്രാപ്പാണ് എന്ന്? സെറ്റ് ആവുക എന്ന് പറഞ്ഞ ഒരു ട്രാപ്പാ, ഇറ്റ്സ് എ ഫാന്റസി. ലവ് അഫെയർ പ്രേമിക്കണ്ടെന്നൊന്നും അല്ല കേട്ടോ പറഞ്ഞു. ഡോക്ടർ ബൂർഷ ഡോക്ടറായിട്ട് പറയുന്നല്ല പ്രിയപ്പെട്ടവരെ, ഈ പ്രായമൊക്കെ കഴിഞ്ഞ് വന്നത് തന്നെയാ. പക്ഷേ 19നും 23 വയസ്സിന് ഇടയിൽ മാത്രമേ ഫ്രണ്ടൽ ലോബ് പൂർണ്ണ വളർച്ച എത്തുള്ളൂ. തലച്ചോറിന്റെ ഫ്രണ്ടൽ ലോബേ, ഈ ഫ്രണ്ടൽ ലോബ് പൂർണ്ണ വളർച്ച എത്തിയാൽ മാത്രമേ യുക്തിസഹജമായ തീരുമാനങ്ങൾ എടുക്കാനുള്ള ബുദ്ധിയിലേക്ക് മനുഷ്യൻ എത്തുള്ളൂ. 6ാം ക്ലാസ്സിൽ ഇത് വളർന്നിട്ടില്ല, 7നും 8നും 9നും 10നും +1നും +2നും വളർന്നിട്ടില്ല. അത് വളരാത്തോടത്തോളം ഒരുപക്ഷെ കണ്ടുപിടിക്കുന്ന ചെക്കൻ അല്ലെങ്കിൽ ഓള് ചിലപ്പോൾ MDMA ഉപയോഗിക്കും, LSD ഉപയോഗിക്കും, കള്ളു കുടിക്കും, മറ്റു പെണ്ണുങ്ങളുടെ ആണുങ്ങളുടെ പിറകെ പോകുന്നുണ്ടാവും. ഇതൊക്കെ സഹിക്കാനും ക്ഷമിക്കാനും സാക്രിഫൈസ് ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് പെൺകുട്ടികളും ആൺകുട്ടികളും എത്തും. കള്ളൂടിയല്ലേ, അതൊക്കെ ഡോക്ടറെ ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് മാറ്റിയെടുത്തോളാന്ന്.
പ്രേമിക്കുന്ന ഒരുത്തി പറയാ, പ്രേമിച്ചൊരുത്തി പറയാണ്, ഉമ്മയും വാപ്പയും ക്ലിനിക്ക് കൊണ്ടുവന്നപ്പോഴേ കള്ളുടിയല്ലോ ഡോക്ടറെ, അതൊക്കെ ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് മാറ്റിയെടുത്തോളാം. പ്രിയപ്പെട്ടവരെ, കൊടുവള്ളിക്കാരെ, അനുഭവം ഉള്ളവർക്കും ഇല്ലാത്തവർക്കൊക്കെ പറയാം, കെട്ടിയിട്ട് ആരെങ്കിലും കുടി നിർത്തിക്കണോ? കുടിന്റെ പടിയും കൂടെ തുടങ്ങുന്നല്ലാണ്ടില്ലേ? അതുകൊണ്ടാണ് ഇറ്റ്സ് എ ഫാന്റസി, അതൊരു ഫാന്റസിയാ. ആ ഫാന്റസി ഒക്കെ കല്യാണത്തോടു കൂടി അങ്ങ് റിയാലിറ്റി ആയിട്ട് മാറും. ഈ അവസ്ഥയിൽ എന്തും ഏതും സഹിക്കാനുള്ള ശേഷിയിലേക്ക് എത്തും. അതുകൊണ്ട് ചങ്ക എന്താ ചെയ്യാ, ഞാൻ സെറ്റായി, ഇജും സെറ്റായിക്കോ എന്ന് പറയും. ഒരിക്കലേ എൻ്റെ നാട്ടില് ഞാനൊരു പ്രദേശത്തൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോ ഒരു പൊട്ടിപ്പൊളിഞ്ഞൊരു വീടുണ്ട്. മടുത്തോ? ഹൈ, നിങ്ങളൊക്കെ ഇവിടെ ഇല്ലേ? വിശക്കുന്നുണ്ട്, സംഗതി എനിക്കും വിശക്കുന്നുണ്ട്, എന്തായാലും വന്നതല്ല, ഇതും കൂടെ പറഞ്ഞിട്ട് പോവാച്ചിട്ടാ കേട്ടോ. അപ്പൊ പോവേ. അപ്പോ ഈ പൊട്ടിപ്പൊളിഞ്ഞ റൂമാണ്. ഇതിന്റെ മുൻപില് ഒരു കുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുക. ഭയങ്കര ടെൻഷനുണ്ട്. അപ്പൊ ഞാൻ പോയി ഒരു ഓഫീസിൽ പോയതാണ്. ആ കാര്യം കഴിഞ്ഞ് ഞാൻ ഇങ്ങോട്ടേക്ക് വരുമ്പോഴും ഈ കുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുക. അപ്പൊ ഞാൻ ഈ കുട്ടിനെ കണ്ടപ്പോൾ എന്തോ ഒരു പന്തികട. കുട്ടിനെ വിളിച്ചിട്ട്, എന്താ മോളെ, നിനക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടോ, നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഈ കുട്ടി അങ്ങോട്ട് കരയാൻ തുടങ്ങി. ഈ കുട്ടിയോട് കരഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഡോക്ടറെ, നിങ്ങൾ എന്നൊന്നും പറയരുത് ട്ടാ, നിങ്ങൾ എന്നൊന്നും ചെയ്യരുത് ട്ടോ, എൻ്റെ ഉമ്മാനോടും പാപ്പാനോടും പറയരുത് ട്ടാ, ഓനും ഓളും ഉണ്ട് ആ റൂമിന്റെ ഉള്ളിലെന്ന്. ആ പൊട്ടിപ്പൊളഞ്ഞ റൂമിന്റെ ഉള്ളിൽ ഓനും ഓളും ഉണ്ട്. അപ്പൊ 7ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിയും 7ാം ക്ലാസ് പഠിക്കുന്ന ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും അതിൻ്റെ ഉള്ളിൽ. ഇവള് കാവല് നിൽക്കുക അല്ലേ, പ്രൊട്ടക്ഷന് നിൽക്കുകയാണ്, ആരും കാണാണ്ടിരിക്കാനേ, അല്ലെങ്കിൽ ആരെങ്കിലും വരുമ്പോ സിഗ്നൽ കൊടുക്കാന്. പ്രിയപ്പെട്ടവർ, ആലോചിക്കേണ്ടത് എന്താണെന്നറിയോ? നമുക്കുള്ള കുഴി നമ്മളെല്ലാം തോണ്ടിക്കൊണ്ടിരിക്കുക അല്ലേ? ആരെയാ മറച്ചു വെക്കുന്നത്? വീട്ടുകാരിൽ നിന്നാണോ? വീട്ടുകാരെയാണോ മറച്ചു വെക്കുന്നത്? അധ്യാപകരിൽ നിന്നാണോ മറച്ചു വെക്കുന്നത്? നാട്ടുകാരിൽ നിന്നാണോ മറച്ചു വെക്കുന്നത്? നമ്മൾ ആലോചിക്കുക. ഇവർക്ക് ആർക്കും ഒരു പ്രശ്നം ഉണ്ടാവില്ല. അവസാനം കണ്ട കുഴിയിലൊക്കെ പോയി വീണ് പ്രയാസപ്പെടുന്നത് ഈ ഒരു മനുഷ്യൻ മാത്രമായിരിക്കും, അല്ലെങ്കിൽ ആ കുട്ടികൾ മാത്രമായിരിക്കും. അത്തരം സാഹചര്യങ്ങൾ ഇല്ലാതിരിക്കാനാ ഉമ്മയും ഉപ്പയും ഉപദേശിക്കുള്ളൂ. മാതാപിതാക്കൾ മാത്രമേ നേരത്തെ കിടന്നിറങ്ങാനും നേരത്തെ എഴുന്നേൽക്കാനും പറയുള്ളൂ. ഉമ്മയും വാപ്പയും മാത്രമേ നഖം മുറിക്കാനും കുളിക്കാനും പറയുള്ളൂ. ഉമ്മയും വാപ്പയും മാത്രമേ ഭക്ഷണം കഴിക്കാനും മരുന്ന് കുടിക്കാനും പറയുള്ളൂ. ഉമ്മയും വാപ്പയും മാത്രമേ സ്ക്രീൻ ടൈം കുറക്കാൻ പറയുള്ളൂ. കാരണം എന്താണെന്നറിയോ? നമ്മൾ സന്തോഷിക്കുമ്പോൾ നമ്മളെക്കാളേറെ സന്തോഷിക്കുന്നത് ആ ഉമ്മയും ഉപ്പയും മാത്രമാണ്. നമ്മൾ സങ്കടപ്പെടുമ്പോൾ നമ്മളെക്കാളേറെ സങ്കടപ്പെടുന്നതും ആ ഉമ്മയും ഉപ്പയും മാത്രമാണ് പ്രിയപ്പെട്ട മക്കളെ, അല്ലാതെ ചങ്കല്ല, കരളല്ല. ഉമ്മയും വാപ്പയും പറയുന്ന കാര്യങ്ങളെ ആദ്യമൊക്കെ കൈപ്പന്നെയായിരിക്കും, നെല്ലിക്കനെ പോലെയാ. പിന്നെയാണ് അതിന്റെ മധുരം നമുക്ക് അനുഭവിക്കേണ്ടി വരിക, പിന്നെയാണ് അതിന്റെ മധുരം നമുക്ക് കിട്ടുക. അപ്പോഴത്തിന് സമയമൊക്കെ അങ്ങ് അതിക്രമിച്ച് പോയിട്ടുണ്ടാവും. അതുകൊണ്ട് ആലോചിക്കുക, ഇന്ന് പോലും ഈ 33 വയസ്സ് റണ്ണിങ്ങാ. ഇന്ന് ഞാൻ നേരം വൈകി, തികച്ചും വ്യക്തിപരമായ ചില കാരണങ്ങൾ കൊണ്ട് നേരം വൈകിയാണ് വണ്ടി ഓടിക്കുന്നത്. എൻ്റെ ഉപ്പ വിളിച്ചിട്ട് എന്നോട് പറയാ, എൻ്റെ ഉപ്പ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറയാണ്, സംഗതി നേരം വൈകിട്ടുണ്ട്, പക്ഷേ പന്റെ കുട്ടി പതുക്കെ പോണട്ടോന്ന്. പന്റെ കുട്ടി പതുക്കെ പോവണം, കൊടുവള്ളിക്കാരൻ എന്നെ കാത്തിരിക്കും, ഈ ബേജാറായി പോവരുത് ട്ടോന്ന് എന്നോട് പറഞ്ഞത് ആരാന്നറിയോ? എൻ്റെ ഉപ്പ മാത്രമാണ് എന്നോട് വിളിച്ച് പറഞ്ഞത്, ഉപ്പാന്റെ കുട്ടി മെല്ലെ പോണട്ടോന്ന്. പ്രിയപ്പെട്ടവരെ, ആ ശബ്ദമില്ലാതെയാ പിന്നെ ആരും എന്നോടത് പറയൂല. ഇപ്പോഴും പറയും എൻ്റെ ഉമ്മ, ഇപ്പോഴും നേരത്തിന് ഭക്ഷണം കഴിക്കാൻ പറയും, ഇപ്പോഴും ശ്രദ്ധിച്ച് നടക്കാൻ പറയും, ഇപ്പോഴും നല്ല കുട്ടിയാവണമെന്ന് പറയും. ഈ 33 വയസ്സായിട്ട് ഡോക്ടറായിട്ട് ഇത്രയും മനുഷ്യന്മാരെ ചികിത്സിക്കുന്ന മനുഷ്യനായിട്ട് പോലും ഉമ്മ വിളിച്ച് പറയും, ഉമ്മാന്റെ കുട്ടി നല്ല കുട്ടിയാവണട്ടോന്ന്. പ്രിയപ്പെട്ടവരെ, കുടുംബം ഇല്ലെങ്കിൽ അതുണ്ടോ? കുടുംബം ഇല്ലെങ്കിൽ ആ ഉമ്മയും വാപ്പയുണ്ടോ? കുടുംബം ഇല്ലെങ്കിൽ ആ സഹോദരന്മാരുണ്ടോ? പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ആ സ്നേഹം ഉണ്ടല്ലോ, അത് നമ്മളെ കുടുംബത്തിൽ നിന്ന് കാണിച്ചു കൊടുക്കണം, നമ്മളെ മക്കൾക്ക് കാണിച്ചു കൊടുക്കണം. മക്കള് പറയണം, എൻ്റെ ഉമ്മയെ പോലെ എൻ്റെ ഉപ്പയെ പോലെയുള്ള ഒരു ഇണയെ എനിക്ക് കിട്ടണമെന്ന്. അത് ലഭിക്കണമെങ്കിൽ ഉമ്മയും ഉപ്പയും അങ്ങേയറ്റം സ്നേഹമുള്ളവരാവണം. മാതാപിതാക്കളോടുള്ള ബാധ്യത അത്ര മനോഹരമായി പൂർത്തിയാക്കേണ്ടവരുണ്ട് നമ്മള്. ഒരിക്കല് വാപ്പ ആർക്കിടെക്റ്റായ വാപ്പയുടെ മകൻ, 4 വയസ്സായ മകന് വാപ്പ വരക്കുന്നത് പോലെ ഒരു പ്ലാന് വരച്ചു കൊടുക്കുക വാപ്പയ്ക്ക്, ഒരു വീടിന്റെ പ്ലാൻ. ഈ പ്ലാന് വരച്ചു കൊടുത്തിട്ട് വാപ്പ കൗതുകത്തോടെ വന്ന് നോക്കുകയാണ്. അത് എന്നെ പോലെ സ്കില്ലുള്ള കുട്ടിയാണ്, ആർക്കിടെക്റ്റിൽ സ്കില്ലുള്ള കുട്ടിയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സന്തോഷത്തോടെ മകൻ വരച്ച ആ പ്ലാൻ ഇങ്ങനെ നോക്കുക. കുട്ടി കാണിച്ചു കൊടുക്കണം ഓരോ റൂം ഉപ്പയ്ക്ക്. ഉപ്പ, ദിസ് ഇസ് ലിവിംഗ് റൂം, ദിസ് ഇസ് സിറ്റ് ഔട്ട്, ദിസ് ഇസ് കിച്ചൺ, ദിസ് ഇസ് ബെഡ്റൂം എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്നും കാണിച്ചു കൊടുക്കുമ്പോഴേ അതിന്റെ മൂലയില് കറുത്ത
കറുത്ത കളർ വെച്ചിട്ട് ഇങ്ങനെ പെയിന്റ് കൊടുത്തൊരു റൂമുണ്ട്, ഒരു കുഞ്ഞു റൂം. ഈ റൂം കണ്ടപ്പോ വാപ്പ ചോദിച്ചു, ഈ റൂം ആർക്കാ മോനേന്ന്, ഈ മുറി ആർക്കാ മോനേന്ന്. മോൻ കൊടുത്ത മറുപടി എന്താണെന്നറിയോ? അച്ഛാ, ദിസ് ഇസ് ഫോർ യു. ഉപ്പ, ഇത് നിങ്ങൾക്കാണ് കേട്ടോന്ന്. ലൈക്ക് മൈ ഗ്രാൻഡ് ഫാദർ. എന്റെ ഗ്രാൻഡ് ഫാദർ ഇല്ലേ, എന്റെ വല്യപ്പ കിടക്കണില്ലേ ഒരു റൂമില്, കാറ്റും വെളിച്ചൊന്നും തട്ടാതെ. ഗസ്റ്റ് വന്നാല് ഗസ്റ്റിന്റെ ശ്രദ്ധയിൽ പെടാതെ, അല്ല അതല്ല നമ്മള് നോക്കുക. ഗസ്റ്റ് വരുമ്പോ ഗസ്റ്റിന്റെ ശ്രദ്ധയിൽ പെടാൻ പാടില്ല. ആര്? പ്രായ ഉമ്മയും വാപ്പയും. കിടക്കണോടത്ത് തന്നെ മലമൂത്ര വിസർജനങ്ങളൊക്കെ ഒരു പക്ഷെ നടത്തും. നീറ്റ് പോവാൻ പറ്റൂല ഓർക്ക്. അതുകൊണ്ട് അതൊന്നും കാണണ്ട, അതൊന്നും അറിയണ്ട, അതൊന്നും അനുഭവിക്കണ്ട. അതുകൊണ്ട് കാണാത്തൊരു മൂലക്കൊക്കെ അങ്ങോട്ട് ചേർത്ത് വെക്കാന്ന് പറഞ്ഞിട്ട് വപ്പാന് കൊണ്ടുപോയി കിടത്തിയില്ലേ? അതുപോലൊരു മുറി, അതുപോലൊരു ഇടം, അതുപോലൊരു അനുഭവം മക്കൾ നമുക്ക് വേണ്ടിയും കാത്തു വെക്കുമെന്ന ചിന്തയിൽ വേണം ജീവിക്കാൻ. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും മികച്ച മകളായി തീരേണ്ടതുണ്ട് ഞാൻ. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും മികച്ച ബന്ധങ്ങളുള്ള സഹോദര്യ ബന്ധം നിലനിർത്തുന്ന മനുഷ്യനായി തീരേണ്ടതുണ്ട് നാം. പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, നിങ്ങൾ സഹോദരങ്ങൾക്കിടയിൽ അനുരഞ്ജിപ്പുണ്ടാക്കുക. ആർക്കിടയില? ഒരമ്മേന്റെ അച്ഛന്റെ ഗർഭപാത്രത്തിൽ നിന്ന് വന്ന സിരകളിലൂടെ ഒരേ രക്തമൊഴുകുന്ന മക്കൾ വർഷങ്ങളായി മിണ്ടിയിട്ട്, നിങ്ങൾ ആലോചിച്ചോക്കെ, വർഷങ്ങളായി പരസ്പരം ഒന്ന് ചിരിച്ചിട്ട്, വർഷങ്ങളായി പരസ്പരം ഒന്ന് നോക്കിയിട്ട്, എന്തിന്റെ പേരിലാ? 2 സെന്റ് ഭൂമിന്റെ പേരിലേ, അല്ലെങ്കിൽ ഓള് പറഞ്ഞ അഭിപ്രായം ഓൻ അംഗീകരിക്കാത്തതിന്റെ പേരിലേ, അല്ലെങ്കിൽ രാഷ്ട്രീയ ചിന്താഗതിയുടെ പേരിലേ, അല്ലെങ്കിൽ മതപരമായിട്ടുള്ള വ്യത്യാസങ്ങളുടെ ഐഡിയോളജിക്കൽ കോൺഫ്ലിക്ട്സിന്റെ പേരിലൊക്കെ പിണങ്ങി നിൽക്കുക എന്നതിന്റെ ഗൗരവം നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. പാടില്ല. ഈ ബന്ധങ്ങളെ നമ്മൾ ഊഷ്മളമാക്കേണ്ടതുണ്ട്. ബന്ധങ്ങൾ ഊഷ്മളമാക്കുമ്പോൾ ആ ബന്ധങ്ങൾ ചേർക്കണമെന്ന്, ഈ ബന്ധങ്ങൾ നമുക്കും വേണമെന്ന് നമ്മുടെ മക്കൾ ആഗ്രഹിക്കും. അവരതിനു വേണ്ടി പ്രാർത്ഥിക്കും, അവരതിനു വേണ്ടി പ്രയത്നിക്കും. അതുകൊണ്ട് ഉപദേശിക്കുമ്പോ ആദ്യം നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതിന് പകരം പകർന്നു കൊടുക്കുക. ഏറ്റവും നല്ല ഭാര്യയും ഭർത്താവുമായി തീരുക. പരസ്പരം പറ്റിക്കാത്ത ഈ കാലഘട്ടത്തിൽ ഏറ്റവും പ്രസക്തമായ ഒന്നാ പരസ്പരം പറ്റിക്കാത്ത ഭാര്യയും ഭർത്താവും ആവുക. പ്രിയപ്പെട്ടവരെ, പ്രിയപ്പെട്ട പെണ്ണുങ്ങളെ തന്നെ വിളിക്കാൻ കാരണം എന്താണെന്നറിയോ? എൻ്റെ ക്ലിനിക്കിൽ ഞാൻ തോനെയും കാണുന്നത് പെണ്ണുങ്ങളെയാണേ. അതുകൊണ്ടാട്ടോ. എൻ്റെ കണ്ണ് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ, എൻ്റെ ചുരിദാർ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ, അല്ലെങ്കിൽ ഇന്നിട്ട് എൻ്റെ ഡ്രസ്സ് എനിക്ക് നല്ല മേച്ചാട്ടോ, എൻ്റെ സ്വഭാവം വൈബാണ് കേട്ടോ എന്നൊക്കെ പറയാൻ പുറത്ത് ആൾക്കാരുണ്ടാവും. പക്ഷെ കാല് വഴുതി വീണാലേ ഹോസ്പിറ്റലിലേക്ക് പിടിച്ചു കൊണ്ടുപോകാനും, ആ ഹോസ്പിറ്റലിൽ നിന്ന് അറപ്പും വെറുപ്പും ഇല്ലാണ്ട് ബാത്റൂമിലേക്ക് കൊണ്ടുപോകാനും, പ്രാഥമിക കർമ്മങ്ങളൊക്കെ ചെയ്തു തരാനും, വായിലേക്ക് ഭക്ഷണം വെച്ചു തരാനും, ചിലപ്പോൾ അഭിപ്രായം പറയാനൊക്കെ മറക്കണേ, ചിലപ്പോൾ സാരിന്റെ ഭംഗിയും ചുരിദാറിന്റെ ഭംഗിയൊക്കെ പറയാൻ മറന്നു പോകുന്ന ആ പ്രാരാബ്ദങ്ങളും ആ തിരക്കിലൊക്കെ പെട്ട് ചിലപ്പോൾ നമ്മൾ അഭിനന്ദിക്കാനും പ്രശംസിക്കാനൊക്കെ മറന്നു വന്ന മൂപ്പരില്ലേ? ആര്? പ്രിയപ്പെട്ടവനെ, മൂപ്പരേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് പറ്റിക്കുമ്പോ ആലോചിക്കുക. ഈ അടുത്ത് ക്ലിനിക്കിൽ വന്നൊരു പെണ്ണെ ഒരേ സമയം 3 പേരോടാണ് അഫയറിലുള്ളത്, അഫെക്ഷനിലുള്ളത്. പുതിയാപ്പിള 4മത്തവനായി പുറത്തുണ്ട്. 3 പേരോട്. അപ്പൊ എന്താ സംഗതി എന്നറിയോ? കോപ്പി പേസ്റ്റ് അടിക്കാം മെസ്സേജൊക്കെ. ആലോചിച്ചോക്കി, ആരും കാണൊന്നുമില്ലാന്ന്. ആരപ്പോ ഈ ഫോണ് നോക്കുക? ലോക്കല്ലേ? ഇത് ആരെങ്കിലും കാണുമോ? ലോക്കിന്റെ പുറമെ മറച്ചും വെക്കും. അല്ല, ഈ ഫോൺ ഇങ്ങനെ വെക്കാണ്ട് മറച്ചേക്കണം എന്തിനാ? ഇന്നയാളെ ഞാൻ പിന്നെയും പറയാം, കുടുംബം കലക്കാൻ വന്നതല്ല, കലങ്ങരുതേ എന്നുള്ളതാണ് ഉദ്ദേശം. കലങ്ങാൻ പാടില്ല, കലങ്ങാതിരിക്കാനാ പറയണത്. ചിലപ്പോക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ചെറിയ തെറ്റുകളും പിഴവുകളൊക്കെ ഉണ്ടാവേ. പക്ഷെ ഉണ്ടല്ലോ, ആലോചിക്കുക, എല്ലാം ത്യജിച്ച് എന്നെ മാത്രം വിശ്വസിച്ച് എൻ്റെ വീട്ടിലേക്ക് വന്ന് എൻ്റെ കുഞ്ഞുങ്ങളെ നോക്കുന്ന, എൻ്റെ വീട്ടിലെ ജോലികളൊക്കെ ചെയ്യുന്ന, പരാതികളും കുറ്റങ്ങളൊക്കെ ഇടക്കൊക്കെ പറയലുണ്ടെങ്കിലും എന്നെ സ്നേഹിക്കണ, എന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന എൻ്റെ പെണ്ണ് പെരയിലുണ്ടാവുമ്പോ എന്തിനാ പുറത്തത്തെ പെണ്ണുങ്ങള്? എന്തിനാ പുറത്തത്തെ പെണ്ണുങ്ങള്? അതുകൊണ്ട് ചിന്തിക്കുക, ഇതൊക്കെ മക്കൾക്ക് നൽകുന്ന മാതൃകയുണ്ട്. ഈ പെണ്ണിന്റെ, ഞാൻ പറയുന്ന സോ കോൾഡ് ലേഡി, ആ ലേഡിയുടെ മകൻ 10ാം ക്ലാസ്സിലാണ് പഠിക്കണത്. എപ്പോ ഉമ്മാനെ കണ്ടാലും ഞാൻ കൊല്ലുമെന്ന് പറഞ്ഞു നടക്കുന്ന മകൻ. ഉമ്മയെ ഞാൻ കണ്ട, ഉമ്മയെ ഞാൻ കൊല്ലും എന്നാണ് ആ കുട്ടി പറയണത്. കാരണം എന്താ? ഉമ്മയുടെ വഴിവിട്ട ജീവിതം, ഉപ്പയുടെ വഴിവിട്ട ജീവിതം മക്കള് കാണുക. എന്ത് മാതൃകയാണ് നമ്മൾ കാണിച്ചു കൊടുക്കുന്നേ? നിങ്ങൾ കരുതുണ്ടോ കുട്ടികൾക്ക് ഇതൊന്നും അറിയാൻ പറ്റൂല എന്ന്? നമ്മൾ വിചാരിക്കുന്നുണ്ടോ മക്കൾക്ക് ഇതൊന്നും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റൂല എന്ന്? പ്രിയപ്പെട്ടവരെ, ഡിജിറ്റലൈസ്ഡ് യുഗത്തിൽ ജീവിക്കുന്ന കുഞ്ഞുങ്ങളാ. ഉമ്മാന്റെ കണ്ണൊന്നും അങ്ങോട്ടോ ഇങ്ങോട്ടോ ആയാൽ മതി,
വാപ്പാന്റെ കൃഷ്ണമണീന്റെ ഉള്ളിൽ ഐറിസ് ഉണ്ടല്ലോ, അതിന്റെ മൂവ്മെന്റ് ഒന്ന് അങ്ങോട്ടോ അങ്ങോട്ടോ ആയാൽ മതി, മക്കൾക്കത് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. മക്കൾക്കത് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. എന്താണ് ആ ഇമോഷൻ, ഈ കണ്ണിന്റെ നോട്ടത്തിന്റെ പിറകിലുള്ള ഇമോഷൻ എന്താണെന്ന് അത്രയും അഡ്വാൻസ്ഡ് കാലഘട്ടത്തിൽ ജീവിക്കുന്ന മക്കളാ. അതുകൊണ്ട് പകർന്നു കൊടുക്കുക, പറഞ്ഞു കൊടുക്കൽ അങ്ങ് നിർത്തിയിട്ട് ഉത്തമ മാതൃകയുള്ള കുടുംബാന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കുക, ബന്ധങ്ങൾ ഊഷ്മളമാക്കുക. അത് ഉമ്മയും വാപ്പയാണെങ്കിലും അമ്മായിമ്മയും മരോളും ആണെങ്കിലും നല്ല ബന്ധം നിലനിർത്തുക. അമ്മായിമ്മയും മരോളും എന്ന് പറഞ്ഞാൽ എന്താ, ശത്രുക്കളാ ആണോ? ഇത് വലിയൊരു ടോപ്പിക്കാട്ടോ. ഞാൻ ഓരോ ടോപ്പിക് കൊടുത്ത് പറയാൻ നിന്നാൽ നമുക്ക് ഭക്ഷണം കഴിക്കാൻ കൂടില്ല. വിശന്നിട്ടാണെങ്കിൽ കുടല് കരയണോണ്ടില്ലേ, അത് യാഥാർത്ഥ്യമാണല്ലോ, പറയാണ്ടിരിക്കാൻ വയ്യ. അപ്പൊ പ്രിയപ്പെട്ട ഒരു അമ്മായിയമ്മ മരുമകൾ എന്ന് പറയുന്നത് ശത്രുക്കളല്ലെന്ന്. എന്നെ പ്രസവിച്ചിട്ടില്ലെങ്കിലും എൻ്റെ പ്രിയപ്പെട്ടവനെ, എൻ്റെ മക്കളെ എനിക്ക് സമ്മാനിച്ച എൻ്റെ പ്രിയതമ്മനെ പ്രസവിച്ച ഉമ്മയാണ്. ചിലപ്പോ ആ ഉമ്മാന്റെ സ്വഭാവത്തിൽ ചില പ്രത്യേകതകളൊക്കെ ഉണ്ടാവും. മോള് വരുമ്പോ ഉമ്മാക്ക് ഭയങ്കര ഇഷ്ടീകാരം. ആര്? ഉമ്മാന്റെ മോളെ അല്ലേ? ഉമ്മാന്റെ മോള് വരുമ്പോ ഭയങ്കര ഇഷ്ടായിരിക്കും. ഉമ്മാന്റെ മോള് വന്നപ്പോ ഒരു മരുമകള് വന്ന് പരാതി പറഞ്ഞതാ, നോമ്പും പണിയൊക്കെ കഴിഞ്ഞിട്ടേ, ഈ നോമ്പും പണിയല്ലേ നനച്ചുള്ളി, കൊടുവള്ളിക്കാർ ഇവിടെ അതൊന്നും ഇല്ലേ, ഞങ്ങൾ നേരമ്പൂരുള്ളൂ. നമ്മൾ മറ്റേ കോണിയൊക്കെ വെച്ച് കയറി ഇനി ഒരിക്കലും എടുക്കാൻ പാടില്ലാത്ത, ഇനി ഒരിക്കലും എടുക്കാൻ പോവാത്ത പാത്രങ്ങളൊക്കെ എടുത്ത് കഴുകി വീണ്ടും അതിന്റെ മോൾക്ക് തന്നെ വെക്കൂലേ? ഈ ഒരു സിസ്റ്റം ഉണ്ടല്ലോ, ജന്മത്തിൽ എടുക്കൂലേ ആ പാത്രങ്ങളൊന്നും, ഒരിക്കലും ഉപയോഗിക്കാൻ പോണില്ല. എന്നാലും അതൊക്കെ എടുത്ത് കഴുകി വൃത്തിയാക്കി വീണ്ടും അതിന്റെ മോൾക്ക് തന്നെ വെക്കൂലേ? ഇങ്ങനെ കയറി ഇറങ്ങി മരുമകൾ ഇങ്ങനെ ജോലി ചെയ്തോണ്ടിരിക്കുക. അപ്പോഴാ മോള് വീട്ടിൽ നിന്ന് വരുന്നത്. മോക്ക് വയ്യ, പനിയാ, 2 ദിവസം ഓളെ വീട്ടില് നോമ്പും പണി എടുത്തിട്ട് കുഴങ്ങി വന്നതാ. അമ്മായിമ്മ പറയാത്രേ, ഇപ്പോഴും ഉണ്ടോ ഈ നോമ്പും പണിയൊക്കെ? പണിയെടുത്ത് മക്കളെ ജീവൻ കളയാൻ ഓരോ ഉമ്മാരെ ഇറങ്ങി തിരിച്ചോളുന്ന്. മറ്റോളാ കോണിന്റെ മുകളിലാട്ടോ. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഓള അതിന്റെ മുകളിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. അപ്പൊ ചില അമ്മായിമാർ അങ്ങനെയാ, മകള് വേറെ കണ്ണിലും മരുമോളെ വേറെ കണ്ണിലും കാണും. പാടുണ്ടോ? പാടില്ല അല്ലെ? ഇരട്ടത്താപ്പാണ്, തെറ്റാണ്. മതപരമായി ചിന്തിച്ചാൽ മാത്രമല്ല, ധാർമ്മികത എന്ന് പറഞ്ഞ മാനുഷികമായ ചില പരിഗണനകളുണ്ട് പ്രിയപ്പെട്ടവരെ. അതിന് ഈ ഹിന്ദു ആയിക്കോട്ടെ, മുസ്ലിം ആയിക്കോട്ടെ, ക്രിസ്ത്യൻ ആയിക്കോട്ടെ, ഏത് മനുഷ്യനാണോ ആ ഒരു വ്യത്യാസം വീട്ടിൽ ഒരേ കുടുംബത്തിൽ കാണിക്കാന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനും കൂടെ നിൽക്കാൻ പറ്റൂല. അപ്പൊ ഉമ്മാര് മനസ്സിലാക്കണം, കാല് വെച്ചുത്തി വീഴുമ്പോ ഓളല്ല ഓളെ കെട്ടിച്ചു കൊടുത്തുനിന്ന് ഓടി വരാണ്ടാവുക. ആരാണ്ടാവുക? കോണിന്റെ മുകളിൽ നിൽക്കണില്ലേ ആര്? മരുവോള്. ഓളുണ്ടാവുക. ഓളായിരിക്കും പരിചരിക്കാനും സ്നേഹിക്കാനും നോക്കാനും അറപ്പും വെറുപ്പും ഒന്നും ഇല്ലാണ്ട് കൂടെ ഉണ്ടാവുക എന്നുള്ളത് അമ്മായിയമ്മമാര് മനസ്സിലാക്കുക. അതുപോലെ എൻ്റെ ഉമ്മയാണ് എന്ന ചിന്ത, എൻ്റെ ബാധ്യതയാണ് എന്ന ചിന്ത മരുമക്കളും ചിന്തിക്കുക. ഒരിക്കലും ഇതും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുക. ഒരു ക്ലിനിക്കിന്റെ ഉദ്ഘാടനത്തിന് എന്നെ വിളിക്കുകയാണേ. അങ്ങനെ ഉദ്ഘാടനത്തിനൊക്കെ പോയി, ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞ് ക്ലിനിക്കിന്റെ ഓണർ എടുത്ത് അവൾ എൻ്റെ അടുത്ത് ഓടി വന്നിട്ട് പറയാം, ഫർഹ, ഈ അമ്മായിമ്മമാരോട് ബന്ധത്തെ കുറിച്ചൊന്ന് പ്രസംഗിക്കണം കേട്ടോ എന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു, ഇത് ക്ലിനിക്കിന്റെ ഉദ്ഘാടനമല്ലേ? ക്ലിനിക്കിന്റെ ഉദ്ഘാടനത്തിൽ അമ്മായിമ്മമാരോട് ബന്ധാണോ പറയേണ്ടത്? അപ്പൊ ആ പെണ്ണിന്റെ അടുത്ത് പറയണേ, എടി ഇന്റെ മരുക്കളൊക്കെ വന്നിക്കണേ, ഇന്റെ ഏട്ടത്തിയാളൊക്കെ മരുക്കള് വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒന്ന് പറയുക, ഒന്നും വേണ്ട, വീട്ടില് കുറെ പണികളൊന്നും എടുക്കണ്ട, എന്നെ സഹായിക്കും വേണ്ട. വിരുന്നുകാർ വരുമ്പോ, ഗസ്റ്റ് വരുമ്പോ, കോളിംഗ് ബെൽ അടിക്കുമ്പോ ആ ഫോണൊന്ന് മാറ്റി വെച്ച് ഞങ്ങളെക്കിടയിലേക്കൊന്ന് ഇറങ്ങി വരണമെന്ന് മാത്രം പറഞ്ഞാൽ മതി കേട്ടോന്ന്. അപ്പൊ പ്രിയപ്പെട്ടവരെ, ഈ അനുഭവം ഇവിടെ പറഞ്ഞു വെക്കുന്നത് ചിന്തിക്കുവാൻ വേണ്ടിയാണ്. മാനുഷികത എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇവിടെ ഒരാൾ വീണ് കിടക്കുമ്പോഴേ വീണ്ടും മൈക്കിലൂടെ സംസാരിക്കുക എന്നതല്ല എൻ്റെ ധാർമ്മികത. ഇറങ്ങിച്ചെന്ന് അയാളെ കൈ പിടിച്ച് പൊക്കുക എന്നതാണ്. ഈ ചിന്ത ഉണ്ടാവണമെങ്കിൽ കുറെ പഠിക്കൊന്നും വേണ്ട, ഈ ഫ്രണ്ടൽ ലോബ് വളർന്നാൽ മതി. ധാർമ്മികത മനസ്സിൻ്റെ ഉള്ളിലേക്ക് പ്രകാശം പരത്തിയാൽ മാത്രം മതി. ആ രീതിയിലേക്ക് മക്കളെ വളർത്തുക. മക്കൾക്ക് അനുസരിക്കാൻ വിധത്തിൽ, മക്കൾക്ക് മാതൃകയാക്കാൻ വിധത്തിലുള്ള ഉത്തമ മാതൃക കാണിക്കുന്ന മാതാപിതാക്കളും സഹോദരങ്ങളും കുടുംബാംഗങ്ങളുമായി തീരുന്ന രൂപത്തിൽ പടച്ചോൻ നമ്മെ സംവിധാനിക്കുമാറാവട്ടെ. ഈ കൂടിച്ചേരൽ, ഈ ഒരു കൂട്ടം, ഈ ഒരു കൂട്ടായ്മ എന്നും ഇങ്ങനെ നിലനിൽക്കത്തക്ക രൂപത്തിൽ നമ്മുടെ മുൻപിൽ നിൽക്കുന്ന ഈ മുന്നണി നായകന്മാരുണ്ട്. അവരുടെ പിറകിൽ നിൽക്കുമ്പോൾ മാത്രമേ ഇത്തരം ചിന്താഗതികൾക്കെതിരെ മറ്റാരും എതിർക്കൂലാട്ടോ പ്രിയപ്പെട്ടവരെ. ആരും ഇതിനെതിരെ നിൽക്കൂല. അതിനെന്താ, നാടോടല്ലേ, നടുവേ അങ്ങോട്ട് ഓടുക എന്ന് പറയും. പക്ഷെ ഇത്തരം
സംഘടനകൾ മാത്രമാണ് നമ്മുടെ മക്കളെ വഴിപിഴച്ചു പോകുന്ന സാഹചര്യങ്ങളിൽ നിന്നും ചേർത്ത് പിടിച്ചുകൊണ്ട് നേർപാതയിലൂടെ കൊണ്ടുപോകാൻ, നേർവഴിയിലൂടെ സഞ്ചരിക്കുവാൻ സഹായിക്കുകയുള്ളൂ. അതുകൊണ്ട് കാലിനടിയിലെ മണ്ണിനെ ഒഴുക്കിക്കളയാൻ അനുവദിക്കാതെ അവിടെ തന്നെ പിടിച്ചു നിർത്തുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. വാഹിർ ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.